So let's revise our lesson. History of farming and invention of wheel. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്ത് ഹിസ്റ്ററി ഓഫ് ഫാമിംഗ്, കൃഷിയുടെ ചരിത്രം, അതുപോലെ ചക്രത്തിന്റെ കണ്ടുപിടുത്തം, ഇൻവെൻഷൻ ഓഫ് വീൽ. പുതിയതായി കണ്ടുപിടിക്കുന്നതിനെയാണ് ഇൻവെൻഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി ഓഫ് ഫാമിങ്ങിൽ നമ്മൾ കണ്ടുപിടിച്ചു അവര് വെള്ളം കിട്ടാനുള്ള സൗകര്യത്തിനാൽ അവര് അത്തരം സൗകര്യം കിട്ടാൻ വേണ്ടി റിവർ ബാങ്ക്സിലാണ് അവര് ആളുകൾ ജീവിക്കാൻ തുടങ്ങിയത്. പിന്നെയോ അവരുടെ ഫുഡ് ഗ്രെയിൻസ്, അതുപോലെ ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുക, അത്തരം കാര്യങ്ങൾ, അതുപോലെ ഫുഡ് കുക്ക് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പാത്രങ്ങൾ, കണ്ടെയ്നേഴ്സ് ആവശ്യമായി വന്നു. ദെൻ ഇൻവെൻഷൻ ഓഫ് വീൽ, ഫസ്റ്റ് കണ്ടുപിടിച്ചത് അവര് പോട്ടേഴ്സ് വീലാണ്. പോട്ടേഴ്സ് വീൽ എന്ന് പറഞ്ഞാല് ചക്രം വെച്ച് അതിലൂടെ പാത്രങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ അവര് ചക്രം കണ്ടുപിടിക്കുന്നതിലൂടെ അതും അവരത് സ്വായത്തമാക്കി. പിന്നെയുള്ളത് കൃഷിക്ക് അത്യാവശ്യമായി വരുന്നതാണ് ഇറിഗേഷൻ. പേജ് നമ്പർ 140. സോ വാട്ട് ഈസ് ഇറിഗേഷൻ? എന്താണ് ഇറിഗേഷൻ? ദ പ്രോസസ് ഓഫ് വാട്ടറിങ് ക്രോപ്സ് ഗ്രോൺ ഓൺ എ ലാർജ് ഏരിയ. അതായത് ഒരുപാട് ഏരിയയില് നമ്മള് കൃഷിക്ക് വേണ്ടി വെള്ളം നനയ്ക്കുക, അതിനെയാണ് ഇറിഗേഷൻ. മീൻസ് മലയാളത്തിൽ പറയും ജലസേചനം. ഓക്കെ, ദ പ്രോസസ് ഓഫ് വാട്ടറിങ് ക്രോപ്സ് ഗ്രോൺ ഓൺ എ ലാർജ് ഏരിയ. ദ പ്രോസസ് ഓഫ് വാട്ടറിങ് ക്രോപ്സ് ഗ്രോൺ ഓൺ എ ലാർജ് ഏരിയ, അതാണ് എന്ത്? ഇറിഗേഷൻ. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്തു? ഫോർ ദിസ് man dug canals to drain out water from rivers into the fields. അതായത് നദികളിൽ നിന്നും അവര് കനാല് അതായത് കനാൽ ഉണ്ടാക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അങ്ങനെ അവര് ഇറിഗേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അവർ ചെയ്യുന്നത്. Therefore it was necessary to choose land near rivers for farming. That is why early settlements came up on river banks. അതായത് പിന്നെ അവര് അതുകൊണ്ടാണ് ഈ റിവർ ബാങ്ക്സിൽ, നദിയുടെ തീരങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയത്. അപ്പോ ഏർലി സെറ്റിൽമെന്റ്സ് വേർ ഓൺ റിവർ ബാങ്ക്സ്. വൈ? പണ്ട് കാലത്ത് ജനങ്ങൾ താമസിച്ചിരുന്നത് റിവർ ബാങ്ക്സിലാണ്. എന്തുകൊണ്ടാണ്? വൈ? ഏർലി സെറ്റിൽമെന്റ്സ് വേർ ഓൺ റിവർ ബാങ്ക്സ്. വൈ? എന്തുകൊണ്ടാണ്? ഫാമിംഗ് ഇൻവോൾവ് ദ നീഡ് ടു വാട്ടർ ദ ക്രോപ്സ്. അല്ലെ, കൃഷിക്ക് വാട്ടറിങ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു സംഭവമാണ്. ഫോർ ദീസ് മാൻ ഡഗ് കനാൽസ് ടു ഡ്രെയിൻ ഔട്ട് വാട്ടർ ഫ്രം റിവേഴ്സ് ഇൻ ടു ദ ഫീൽഡ്സ്. Therefore it is necessary to choose land near rivers for farming. That's why early settlements came up on river banks. ഈ കാരണം കൊണ്ടാണ് അവര് എന്ത് ചെയ്തത്? റിവർ ബാങ്ക്സിനടുത്ത് താമസിക്കാൻ തുടങ്ങിയത്. പിന്നെ പേജ് നമ്പർ 141. Man used water wheels for pumping water from canals into sub canals leading to the fields. വയലിലേക്ക് അല്ലെങ്കിൽ കൃഷിസ്ഥലത്തേക്ക് വേണ്ടി സബ് കനാൽസും അവർ ഉണ്ടാക്കി. വാട്ടർ വീൽസിലൂടെ അവർ പമ്പ് ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദെൻ നെക്സ്റ്റ് ഹെഡിങ് ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് ആണ്. ടൂൾസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം പണിയായുധങ്ങൾ, അല്ലെങ്കിൽ അവരെ എന്താ പറയാ ആയുധങ്ങൾ. അത് ടൂൾസ് എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിൽ ആവാം. ഇംപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോഴാണ് സാമഗ്രികള്, പണിയായുധങ്ങള്, ഉപകരണങ്ങൾ എന്ത് വേണമെങ്കിൽ ആവാം. ടൂൾസ് എന്ന് പറഞ്ഞാലും ആയുധങ്ങള്, ഇതെല്ലാം. ഫാമിംഗ് റിക്വയർഡ് എ വെറൈറ്റി ഓഫ് ടൂൾസ് ലൈക്ക് പ്ലൗ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫാമിംഗ് എന്ന് പറയുമ്പോൾ, കൃഷി എന്ന് പറയുമ്പോൾ അതിന് കുറെ അധികം സാധനങ്ങൾ ആവശ്യമായി വരുന്നു. ടൂൾസ് ലൈക്ക് പ്ലൗ എന്ന് പറഞ്ഞാല് കലപ്പ. സിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരിവാൾ. ദെൻ സ്പെയ്ഡ് എന്ന് പറഞ്ഞാല് തൂമ്പ, കൈക്കോട്ട്, തൂമ്പ, മൺവെട്ടി, അങ്ങനെ പലതും പറയും. നൈഫ് എക്സെട്ര. നൈഫ് എന്ന് പറഞ്ഞാല് കത്തി. At first man used wood, stone and animal bone or a combination of the three to make tools and implements.
ഇവിടെ ഇംപ്ലിമെന്റ്സ് ഉദ്ദേശിക്കുന്നത് പണിയായുധങ്ങൾ, സാമഗ്രികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്നർത്ഥം. ഓക്കെ. ദ ഡിസ്കവറി ഓഫ് മെറ്റൽസ്. ഇവിടെ ഡിസ്കവറി എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി അവര് കണ്ടുപിടിച്ചിട്ടുണ്ട് ടൂൾസ്. എങ്ങനെ? സ്റ്റോൺ കൊണ്ട്, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കവറി എന്ന് പറയുന്നത്. ഡിസ്കവറി എന്ന് പറഞ്ഞാല് കണ്ടെത്തൽ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ അത് ഓൾറെഡി അവർ കണ്ടുപിടിച്ചതാണ്. അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് അവർ എടുക്കുന്നു. അതാണ് ഡിസ്കവറി എന്ന് പറയുന്നത്. അതേസമയം ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ പുതുതായി ഒന്ന് കണ്ടുപിടിക്കുക. അതിനെയാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ഫയർ അല്ലല്ല, വീല്, ചക്രം കണ്ടുപിടിക്കുന്നത്, അത് ഇൻവെൻഷൻ ആണ്. അത് കണ്ടുപിടുത്തം അവര് ആദ്യമായി ചെയ്യുന്നതാണ് വീല് കണ്ടുപിടിക്കുന്നത്. അതേസമയം ഡിസ്കവറി ഓഫ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ദേ ഓൾറെഡി യൂസ്ഡ് സ്റ്റോൺസ് ആസ് ടൂൾസ്. സ്റ്റോൺസ് അവർ ആയുധങ്ങളായി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കുന്നതാണ് മെറ്റൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ഡിസ്കവറി ഓഫ് മെറ്റൽസ് റീപ്ലേസ്ഡ് വുഡ് ആൻഡ് സ്റ്റോൺ ഫോർ മേക്കിംഗ് ടൂൾസ്. ഇവര് മരം ഉപയോഗിച്ചും അല്ലെങ്കിൽ സ്റ്റോൺ, കല്ലുകൾ ഉപയോഗിച്ചും അവര്, അല്ലെങ്കിൽ ഇതെല്ലാം ചേർന്നും അവര് ടൂൾസ് ഉണ്ടാക്കി. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ ഡിസ്കവേർഡ് ബൈ മാൻ. അപ്പൊ ആദ്യം കണ്ടുപിടിച്ച മെറ്റൽ ആണ് കോപ്പർ. എ ഫ്യൂ തൗസൻഡ് ഇയേഴ്സ് ലേറ്റർ, കുറച്ച് നാളുകൾ, കുറച്ച് ആയിരങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, ലേറ്റർ അയൺ റീപ്ലേസ്ഡ് കോപ്പർ ഫോർ മേക്കിംഗ് ടൂൾസ്. കോപ്പറിന് പകരം പിന്നെ ഇത് വന്നു, അയൺ വന്നു. അയൺ റീപ്ലേസ്ഡ് കോപ്പർ ഫോർ മേക്കിംഗ് ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ്. അങ്ങനെ അവര് ആയുധങ്ങള്, പണിക്കുള്ള സാധനങ്ങള്, അങ്ങനെയെല്ലാം അവര് ഈ കോപ്പർ മാറ്റിയിട്ട് അവരത് യൂസ്ഡ് അയൺ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി. ദിസ് ഏജ് ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് ദ മെറ്റൽ ഏജ്. ഇതിനെയാണ് മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എ പോട്ടർ ഈസ് മേക്കിംഗ് പോട്ട്സ്, പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇറിഗേഷൻ, അതാണ് വാട്ടർ വീല് കാണിച്ചിരിക്കുന്നത്. പിന്നെ ടൂൾസ് കാണിച്ചിട്ടുണ്ട് അവിടെ. കല്ല് കൊണ്ട് മൂർച്ച കൂട്ടി കല്ല് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു മരത്തടിയുമ. പിന്നെ ഒരു ബോണാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ, അതായത് വിവിധ തരം ടൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ പിന്നെ പറയുന്നത് പേജ് നമ്പർ 142 സിവിലൈസേഷൻസ് ആണ്. സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞാല് പല തരത്തിലുള്ള സിവിലൈസേഷൻസ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആസ് ഏർലി സെറ്റിൽമെന്റ്സ് വേർ ഓൺ റിവർ ബാങ്ക്സ്, ദേ ഗേവ് റൈസ് ടു റിവർ വാലി സിവിലൈസേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വെള്ളത്തിനും മറ്റുള്ള സൗകര്യങ്ങൾക്കുമായി അവർക്ക് നദിയുടെ തീരത്ത് അവര് താമസം തുടങ്ങി, ഏർലി മാൻ. അപ്പോ ദേ ഗേവ് റൈസ് ടു റിവർ വാലി സിവിലൈസേഷൻ. അവിടെ നിന്നാണ് ജനങ്ങൾ തിങ്ങി പറക്കാൻ തുടങ്ങിയതും ഒരു സിവിലൈസേഷൻ ഉണ്ടാകുന്നതും. ദ മോസ്റ്റ് ആൻഷ്യന്റ് എമംഗ് ദം ആർ, അതിലെ പ്രധാനപ്പെട്ട പഴയ സിവിലൈസേഷൻസ് ആണ് ഈ പറഞ്ഞത്. ഏതൊക്കെയാണ്? ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിച്ച് ഫ്ലറിഷ്ഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ നൈൽ ഇൻ ഈജിപ്റ്റ്. അതായത് ഈജിപ്തിലുള്ള നദിയാണ് നൈൽ നദി. ആ നൈൽ നദിയുടെ തീരത്ത് ഒരുപാട് ആളുകൾ താമസിച്ചു, അവർ കൃഷി ചെയ്തു, കന്നുകാലികളെ വളർത്തി. അങ്ങനെ അവിടെ ഒരു സിവിലൈസേഷൻ, ഒരു പരമ്പര തന്നെ, ജനങ്ങൾ ഒരുപാട് അവിടെ താമസിച്ചു. ആ ഒരു സിവിലൈസേഷൻ പറയുന്നതാണ് ഈജിപ്ഷ്യൻ civilization. Then second one, Mesopotamian civilization on the banks of river Euphrates, Tigris in early Iran, Iraq. അതായത് ഇറാൻ, ഇറാഖ്, അത് നൈബറിംഗ് കൺട്രീസ് ആണ്. ആ രണ്ട് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന നദികള്. അപ്പൊ ആ നദിയുടെ തീരത്തും ജനങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി, കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തി. അങ്ങനെ ഒരുപാട് കാലം ആളുകൾ ജീവിച്ചു. ദാറ്റ് ഈസ്, ആ സിവിലൈസേഷൻ പറയുന്നതാണ് മെസോപ്പൊട്ടാമിയൻ civilization. Then the third one, the Chinese civilization. Chinese civilization എന്ന് പറയുമ്പോൾ on the banks of the river Huanghe and Yangtze in China. ചൈനയിലുള്ള നദികളാണ് ഹുവാങ്ഹോ, അതുപോലെ യാങ്ടീസി നദികള്. അപ്പൊ അതിന്റെ തീരത്ത്, ആ നദിയുടെ തീരത്ത് ഉണ്ടായിരുന്ന സിവിലൈസേഷൻ എന്ന് വെച്ചാൽ ഇതാണ് താമസിച്ചിരുന്ന ആളുകൾ. ഒരുപാട് ആളുകൾ പണ്ടുകാലത്ത് ഈ നദീതീരത്ത് താമസിച്ച് മരിച്ചുപോയി, വീണ്ടും ആളുകൾ ഉണ്ടായി അവിടെ. അങ്ങനെ സിവിലൈസേഷൻ ഉണ്ടായി.
അതിനെയാണ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലെ പുരാതന, അതായത് പണ്ടത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ ഇൻഡസ് വാലി എന്ന് പറയും. അതായത് സിന്ധു നദിയുടെ തീരത്താണ് പണ്ട് ആളുകൾ താമസിച്ചിരുന്നത്. ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ജീവിച്ചു. അങ്ങനെ അവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായി. ആ സിവിലൈസേഷൻ ആണ് ഏത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിനെ മലയാളത്തിൽ പറയും സിന്ധു നദീതട സംസ്ഥാനം. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയും അതിനെ. വേറെയും സിവിലൈസേഷൻ ഉണ്ട്, ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും. അപ്പൊ ഇത്രയുമാണ് ഏർലി സിവിലൈസേഷൻസ്. ഇനി നിങ്ങൾക്ക് അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 144, പേജ് 144. അതില് ചോദ്യങ്ങളുണ്ട്. വാട്ട് വേർ ദ നീഡ്സ് ഓഫ് മാൻ വെൻ ഹി ബിക്കം എ ഫാർമർ? ഒരു ഫാർമർ ആയതിനു ശേഷം വാട്ട് വേർ ദ നീഡ്സ്, എന്തെല്ലാം ആവശ്യങ്ങളാണ് ഉണ്ടായത് ഓഫ് എ മാൻ വെൻ ഹി ബിക്കം എ ഫാർമർ? അപ്പൊ ഒരു കൃഷിക്കാരനായി മാറിയപ്പോൾ അവൻ എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു? നമുക്ക് നോക്കാം. ലെറ്റ്സ് ചെക്ക്. ആഫ്റ്റർ ബിക്കമിങ് എ ഫാർമർ, ഞാൻ ടെക്സ്റ്റിലില്ല. After becoming a farmer, man required a variety of tools for farming. അത് നമുക്കറിയാം. ഒരു ഫാമിംഗ് അല്ലെങ്കിൽ ഒരു കൃഷി തുടങ്ങുകയാണെങ്കിൽ അതിന് കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ടൂൾസ് ലൈക്ക് പ്ലൗ. മാൻ ഫസ്റ്റ് യൂസ്ഡ് ടൂൾസ് മെയ്ഡ് ഫ്രം വുഡ്, സ്റ്റോൺ ആൻഡ് ആനിമൽസ് ബോൺ. ആദ്യം അവർ ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ പറഞ്ഞതൊക്കെയാണ്. ഏതാണ്? മരം, അതുപോലെ കല്ലുകൾ, പിന്നെ മൃഗങ്ങളുടെ എല്ല്, ഇതെല്ലാമാണ് അവർ മീൻസ് ടൂൾസ് ആയിട്ട്, ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത്. ബട്ട് ഹി നീഡഡ് മോർ എഫിഷ്യന്റ് ടൂൾസ് ദാൻ ദിസ്. പക്ഷേ പിന്നീട് അവന് കുറച്ചും കൂടെ നല്ല എന്താ പറയുക, എഫിഷ്യന്റ് ആയിട്ടുള്ള ടൂൾസ് ആവശ്യമായി വന്നു. സോ ഹി സ്റ്റാർട്ടഡ് മേക്കിംഗ് ടൂൾസ് ഫ്രം മെറ്റൽസ് ലൈക്ക് കോപ്പർ. അങ്ങനെ അവര് കോപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോപ്പറിൽ നിന്നും ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാമാണ് ഒരു അതായത് പണ്ടത്തെ മനുഷ്യന്റെ, ഒരു ഫാർമറെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആവശ്യങ്ങൾ ഇതെല്ലാമായിരുന്നു. ഫസ്റ്റ് അവർക്ക് എന്ത് വേണമായിരുന്നു? ഫസ്റ്റ് ദ മാൻ റിക്വയർഡ് എ വെറൈറ്റി ഓഫ് ടൂൾസ് ഫോർ ഫാമിംഗ്. ടൂൾസ് ഫോർ ഫാമിംഗ് ആണ് അത്യാവശ്യമായി വന്നത്. അതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം. Then second question, why was invention of wheel a turning point in man's life? മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയത് ഇൻവെൻഷൻ ഓഫ് വീലാണ്. ചക്രത്തിന്റെ കണ്ടുപിടുത്തമാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയത് എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണെന്ന്. എന്താണ് കാരണം? വീൽ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഓഫ് മാൻകൈൻഡ്. നമുക്കറിയാം ചക്രത്തിന്റെ കണ്ടുപിടുത്തമാണ് മനുഷ്യരാശിക്ക് ഏറ്റവും ഒരു വലിയ അല്ലെങ്കിൽ ഒരു മഹത്തായ കണ്ടുപിടുത്തം. ഇറ്റ് വാസ് ദ ഫോർ റണ്ണർ ഓഫ് ദി മെഷീൻ ഏജ്. മെഷീൻ ഏജിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു, യന്ത്രങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ചക്രത്തിന്റെ കണ്ടുപിടുത്തം. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദ വീൽ, ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി മാൻ ഡിസൈൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർസ് ആൻഡ് വെഹിക്കിൾസ് ഫിറ്റഡ് വിത്ത് വീൽസ്. ഈ ചക്രം കണ്ടുപിടിച്ചപ്പോ പലതരത്തിലുള്ള കാർസ്, വണ്ടികള്, അതുപോലെ അങ്ങനെ അവർക്ക് ഉപയോഗമുള്ള വാഹനങ്ങള് അവര് ഉണ്ടാക്കി. മാൻ യൂസ്ഡ് വീൽ ഫോർ വേരിയസ് പർപ്പസസ്. അതായത് പല തരത്തിലുള്ള പർപ്പസസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ, പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവര് അത് ഉപയോഗിച്ചു ചക്രത്തിനെ. ലൈക്ക് ഇൻ ട്രാൻസ്പോർട്ടേഷൻ, ഫാമിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷനും അതുപോലെ കൃഷിക്കും വേണ്ടി ഈ ചക്രം, വീൽ അവര് മീൻസ് കണ്ടുപിടുത്തം, വീലിന്റെ കണ്ടുപിടുത്തത്തിന് അവർക്ക് അത് സഹായകമായി നടത്തും. Then third question, how did potter's wheel help early farmers? ഈ പോട്ടേഴ്സ് വീൽ എങ്ങനെയാണ് പണ്ടത്തെ കൃഷിക്കാർക്ക് ഉപകാരമായത്? എങ്ങനെയാണ്? The invention of potter's wheel helped early farmers in many ways. പല തരത്തിൽ ഈ ഇൻവെൻഷൻ ഓഫ് വീൽ സഹായിച്ചിട്ടുണ്ട്. Earlier they used to make utensils with their own hand. Utensils എന്ന് പറയും, അതായത് പാത്രങ്ങള്. ഏർലിയർ പണ്ട് അവര് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവര്
their own hand, അവരുടെ കൈ കൊണ്ടാണ് അവരത് ഉപയോഗിച്ചത്. It was very difficult for them to give utensil a proper shape. ഒരു ശരിക്കുള്ള ഒരു ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് കിട്ടാനായിട്ട് സാധിച്ചില്ല അവർ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. With the help of potter's wheel ഉപയോഗിച്ച് the utensils making became very easy for them. ഈ വീല്, അതായത് എന്താ പറയാ, പോട്ടേഴ്സ് വീല് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി. They molded clay into various shapes. അവരെ ഈ മണ്ണ് മോൾഡ് ചെയ്തു. മോൾഡ് എന്ന് വെച്ചാൽ ആകൃതികള്, അച്ച് എന്നൊക്കെ പറയും. അങ്ങനെ അവരെ ഉണ്ടാക്കി പല ഷേപ്പില്, വേരിയസ് ഷേപ്സ് ആൻഡ് സൈസസ് ടു മേക്ക് യൂസ്ഫുൾ യൂട്ടൻസിൽസ്. അങ്ങനെ പല തരത്തിലുള്ള, പല ഷേപ്പിലുള്ള, പല വലിപ്പത്തിലുള്ള പാത്രങ്ങൾ അവരുണ്ടാക്കി യൂസിങ് their potter's wheel. Okay. What were some metals known to early farmers? Early farmersന് പരിചയമായ ചില, അല്ലെങ്കിൽ പരിചയമുള്ള ചില, ഏതാണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ പറഞ്ഞു തരാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വാട്ട് were some metals? ഏതൊക്കെയാണ് മെറ്റൽസ്? നമുക്കറിയാം, അയൺ ആൻഡ് കോപ്പർ were the metals known to early man. ആദ്യ മനുഷ്യന് പരിചയമുള്ള അല്ലെങ്കിൽ അറിയുന്ന, അവര് കണ്ടുപിടിച്ച മെറ്റലാണ് ഏത്? കോപ്പറും അയണും. Then the fourth question, early settlements were on river banks. പണ്ടത്തെ സെറ്റിൽമെന്റ്സ് എല്ലാം റിവർ ബാങ്ക്സിലായിരുന്നു. എന്തുകൊണ്ട്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫാമിംഗ് ഇൻവോൾവ് ദ നീഡ് ഓഫ് വാട്ടർ ദ ക്രോപ്സ്. അതായത് കൃഷിക്ക് നനയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ സംഭവമാണ്. ഫോർ ദീസ് മാൻ ഡഗ് കനാൽസ് ടു ഡ്രെയിൻ ഔട്ട് വാട്ടർ ഫ്രം rivers into the fields. Therefore, it was necessary to choose land near rivers for farming. That's why early settlements came up on river banks. ഈ കാരണം കൊണ്ടാണ്, വെള്ളം കിട്ടാനുള്ള സൗകര്യം മൂലമാണ് ആളുകൾ ഈ റിവർ ബാങ്ക്സിൽ പോയി താമസിക്കാൻ ഇടയായത്. Then name the 4 most ancient civilizations of the world. അത് നമ്മൾ ലാസ്റ്റ് കണ്ടതാണ്. ഏതൊക്കെയാണ് സിവിലൈസേഷൻസ്? Egyptian civilization, then Mesopotamian civilization, പിന്നെയോ the Chinese civilization and the Indus Valley civilization. അങ്ങനെ 4 civilizations ആണ് നിങ്ങൾ ഈ ലെസണിൽ പഠിക്കുന്നത്. Then next question, page 144 തന്നെ clue finder. അതായത് you are given some clues, find one word. അതായത് നിങ്ങൾക്ക് one word കണ്ടുപിടിക്കണം. One word answer ആണ്. Find one word for the following. A way of life passed on to generations. തലമുറകളായി ഇങ്ങനെ ജീവിക്കുക, അതിനെ പറയുന്ന പേര് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വാട്ട് ഈസ് ദാറ്റ് വേർഡ്? സിവിലൈസേഷൻ. ഏതാണ് ആ വാക്ക്? സിവിലൈസേഷൻ. മനസ്സിലാക്കിയാൽ മതി, പിന്നെ എഴുതാം. ഓക്കെ, നിങ്ങളുടെ ടീച്ചർ, സോഷ്യൽ എടുക്കുന്ന ടീച്ചർ പറഞ്ഞു തരും. അപ്പൊ ടീച്ചർ പറയുമ്പോൾ എഴുതിയാൽ മതി. സോ ഇറ്റ്സ് ഫോർ യുവർ അറ്റൻഷൻ. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. ഏതാണ്? എ വേ ഓഫ് ലൈഫ് പാസ് ഓൺ ടു ജനറേഷൻസ്. ജനറേഷൻസ് പറഞ്ഞാല് തലമുറകളായി ഇങ്ങനെ പാസ് ചെയ്ത് പോവുക, അങ്ങനെ ഒരു ലൈഫ്. അതാണ് ദാറ്റ് ഈസ് കോൾഡ് സിവിലൈസേഷൻ. ദെൻ ബി, പ്രോസസ് ഓഫ് വാട്ടറിങ് ക്രോപ്സ് ഗ്രോൺ ഓൺ ലാർജ് ഏരിയ. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അതിനെയാണ് എന്ത് പറയുന്നത്? ഇറിഗേഷൻ, ജലസേചനം, അല്ലെ? അത് പിന്നെ എഴുതിയാൽ മതി. Then C, question number C, people who wander from place to place. വാണ്ടർ ചെയ്യാച്ച നോമൈഡ്സ് നേരത്തെ പഠിച്ചു. ഏർലി മാൻ അങ്ങനെ ആയിരുന്നു, അലഞ്ഞിരുന്നു, അതായത് കറങ്ങി നടക്കുക, സ്ഥിരമായ ഒരു സ്ഥലം ഇല്ല. അതിനെ പറയുന്ന പേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നോമാഡ്സ്. NOMADS, നോമൈഡ്സ്. NOMADS, നോമൈഡ്സ്. നെക്സ്റ്റ് നമ്പർ D, കീപ്പിംഗ് ആനിമൽസ് അറ്റ് ഹോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദം. അതായത് ആനിമൽസിനെ നമ്മള് വീട്ടില്, അവര് എവിടെയാണ് താമസിക്കുന്നത്, ആളുകള് അവരുടെ കൂടെ വെക്കുക, അതിനെ ശ്രദ്ധിക്കുക, വളർത്തുക. അതിനെ പറയും ഡൊമസ്റ്റിക്കേഷൻ. എന്താ പറയാ? ഡൊമസ്റ്റിക്കേഷൻ. DOMESTICATION. ഡൊമസ്റ്റിക്കേഷൻ എന്നാണ് ആ വാക്ക്. എന്താണ്? കീപ്പിംഗ് ആനിമൽസ് അറ്റ് ഹോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദം. വീട്ടില് വളർത്തുക, മൃഗങ്ങളെ വളർത്തുക, അതുങ്ങളെ പരിപാലിക്കുക, അതിനെയാണ് പരിപാലനം. ഡൊമസ്റ്റിക്കേഷൻ. ഡൊമസ്റ്റിക്കേഷൻ. ഓക്കെ,
Then question number E. An implement used by farmers to loosen the soil before sowing. അതായത് വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായിട്ട് എന്താ പറയാ, നിലം, കൃഷിസ്ഥലം അതിനെ എങ്ങനെ ലൂസാക്കും അല്ലെ, ഇളക്കി മറിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് പ്ലൗ. PLOUGH, പ്ലൗ എന്നാണ് പറയാ. അപ്പൊ ഈ ആൻസർ എന്താണ്? പ്ലൗ. ആൻ ഇംപ്ലിമെന്റ് യൂസ്ഡ് ബൈ, അതായത് കലപ്പ ഉപയോഗിച്ചിട്ടാണ് ഇളക്കി മറിക്കുന്നത്. ആൻ ഇംപ്ലിമെന്റ് ഉപകരണം, പണിയായുധം, സാമഗ്രി. ആൻ ഇംപ്ലിമെന്റ് യൂസ്ഡ് ബൈ ഫാർമേഴ്സ് ടു ലൂസൻ ദ സോയിൽ ബിഫോർ സോയിങ്. സോയിങ് എന്ന് പറഞ്ഞാൽ SOW എന്ന് പറഞ്ഞാല് വിത്ത് ഇങ്ങനെ വിതയ്ക്കുക അല്ലെ. ആ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായിട്ട് നിലം ഒരുക്കിയിടണം കൃഷി ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഇംപ്ലിമെന്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഇംപ്ലിമെന്റ്? പ്ലൗ. PLOUGH. പ്ലൗ മീൻസ് കലപ്പ എന്ന് പറയും. ഓക്കെ. Then question number F. A device that helps to mold clay to make utensils. പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണ് കൊണ്ട് മോൾഡ് ചെയ്യുന്നു. അതാണ് ഇത് പോട്ടേഴ്സ് വീൽ. പോട്ടേഴ്സ് വീലാണ് ആ ഒരു മോൾഡ് ഉള്ളത്. എന്നിട്ടാണ് മണ്ണ് ഉപയോഗിച്ച് ആ ഷേപ്പില് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. എ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു മോൾഡ് ക്ലേ ടു മേക്ക് യൂട്ടൻസിൽസ്. അതിനെ പറയുന്നതാണ് പോട്ടേഴ്സ് വീൽ. അപ്പൊ ഒന്നും കൂടെ ഈ വൺ വേർഡ് ആൻസേഴ്സ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുക, പിന്നെ എഴുതിയാൽ മതി. ഓക്കെ. എ വേ ഓഫ് ലൈഫ് പാസ്ഡ് ഓൺ ടു ജനറേഷൻസ്. ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പൊ നല്ലോണം പഠിക്കുക. ഓക്കെ. So we will see on next class, next day. Till then, bye. Take care. Have a great day. Thank you.